നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് SCERT 7th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് പാർട്ട് 7ാമത്തെ ചാപ്റ്ററാണ്. മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് പേജിൽ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ ഡ്രിപ്പൊക്കെ ഇട്ട് കിടത്തിയിരിക്കുന്നത് കാണാം. വായിക്കാം. കടുത്ത പനി ബാധിച്ച് 2 ദിവസമായി ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ മരുന്നിനൊപ്പം ഗ്ലൂക്കോസ് ഡ്രിപ്പ് കൂടി നൽകാൻ നിർദ്ദേശിച്ചു. എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത്? രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമോ? ചെറുകുടലിൽ വെച്ച് ആഹാരം പൂർണ്ണമായി ദഹിക്കുമ്പോൾ വേർതിരിയുന്ന പോഷകഘടകങ്ങളും ശ്വസനഫലമായി ശ്വാസകോശങ്ങളിൽ എത്തിച്ചേർന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ടല്ലോ. ഇവ എങ്ങനെയാണ് കോശങ്ങളിലേക്ക് എത്തുന്നത്? ഇത്തരം കാര്യങ്ങൾ, രക്തപര്യന വ്യവസ്ഥ, പോഷകങ്ങൾ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തത്തിലൂടെ എത്തുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ചർച്ച ചെയ്യുന്നത്. അടുത്തതായി രക്തപര്യന വ്യവസ്ഥ, സർക്കുലേറ്ററി സിസ്റ്റം. ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ. അതായത് നമ്മൾ കഴിച്ച ആഹാരം ചെറുകുടലിലുള്ള വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നതാണ് രക്തം. ഇനി നമുക്ക് താഴെ ഒരു മനുഷ്യൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അതിൽ മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് ചിത്രം നിരീക്ഷിച്ച് രേഖപ്പെടുത്തൂ. ഏതൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവയൊക്കെയാണ് മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ. ഹൃദയത്തിന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം. അതായത് രക്തപര്യന വ്യവസ്ഥയുടെ ധർമ്മമാണ് ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം. മനുഷ്യരക്തം. നമ്മുടെ രക്തത്തിൻ്റെ നിറം എന്താണ്? രക്തത്തിന് ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും പ്രോട്ടീനുമാണ്. ഇരുമ്പിലടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കളാണ് താഴെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഇരുമ്പ് അല്ലെങ്കിൽ അയൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില, ഇതൊക്കെ നമ്മൾ ധാരാളം കഴിക്കുന്നതിലൂടെ നമുക്ക് ശരീരത്തിന് വേണ്ട അയൺ ലഭിക്കുന്നതാണ്. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിന് ഹീമോഗ്ലോബിന് പ്രധാന പങ്കുവഹിക്കുന്നു. അടുത്തത് നമ്മളുടെ രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 പ്ലാസ്മ, 2 പ്ലേറ്റ്ലെറ്റ്, വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം. ഇതിൽ ആദ്യം പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഇതിന് ഇളം മഞ്ഞ നിറമാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്ലാസ്മയാണ്. ഇത് പറയാം. അതായത് രക്തത്തിലെ ഒരു പ്രധാന ഘടകമാണ് പ്ലാസ്മ. ഇളം മഞ്ഞ നിറമാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു. അടുത്തൊരു പ്രധാന ഘടകമാണ് പ്ലേറ്റ്ലെറ്റ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ ധർമ്മം എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് രക്തത്തിലെ ഘടകമായ പ്ലേറ്റ്ലെറ്റ് ആണ്. അടുത്തതാണ് വെളുത്ത രക്തകോശം. അടുത്തത് ചുവന്ന രക്തകോശം. ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം. ഒന്ന് നോക്കാം. വെളുത്ത രക്തകോശത്തിന് നിശ്ചിത ആകൃതിയില്ല. എന്നാൽ ചുവന്ന രക്തകോശത്തിന് ഡിസ്കിൻ്റെ ആകൃതിയാണുള്ളത്. വെളുത്ത രക്തകോശത്തിന് മർമ്മമുണ്ട്. എന്നാൽ ചുവന്ന രക്തകോശത്തിന് മർമ്മം ഇല്ല. വെളുത്ത രക്തകോശത്തിന് രോഗാണുക്കളെ നശിപ്പിക്കുന്നു.
ചുവന്ന രക്തകോശം ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കും. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം ചുവന്ന രക്തകോശത്തിൻ്റെ ധർമ്മമാണ്. ഒന്നുകൂടെ, വെളുത്ത രക്തകോശവും ചുവന്ന രക്തകോശവും. വെളുത്ത രക്തകോശത്തിന് നിശ്ചിത ആകൃതിയില്ല, മർമ്മം ഉണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ രക്തത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന രക്തത്തിൻ്റെ ഭാഗമാണ് വെളുത്ത രക്തകോശം. അടുത്തത് ചുവന്ന രക്തകോശം. ഡിസ്കിൻ്റെ ആകൃതിയാണ്, മർമ്മം ഇല്ല, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നു, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് രക്തപര്യനമാണ്. രക്തക്കുഴലുകളിലൂടെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര തരം രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്? 3 തരം രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അവ സിര, ധമനി, ലോമികകൾ എന്നിവയാണ്. അതിൽ ധമനി നോക്കാം. ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന രക്തക്കുഴലാണ് ധമനി. സിര എന്നാൽ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്ന രക്തക്കുഴലാണ്. ഒന്നുകൂടെ പറയാം. ധമനി എന്നാൽ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു, സിര ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നു. അടുത്തതായി താഴെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അതിൽ ധമനികൾ, സിരകൾ, ലോമികകൾ, അതായത് ആർട്ടറീസ്, വെയിൻസ്, കാപ്പില്ലറീസ് എന്നിവയെക്കുറിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഒന്നുകൂടെ പറയാം. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൃദയമാണ്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഹൃദയസ്പന്ദനം സ്വയം മനസ്സിലാക്കി ഹൃദയത്തിൻ്റെ സ്ഥാനം കണ്ടെത്താം. എവിടെയാണ് ഹൃദയത്തിൻ്റെ സ്ഥാനം? ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ് ഹൃദയം? ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതെന്താണ്? വാരിയെല്ലുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത്, എന്തൊക്കെയാണ് മനുഷ്യഹൃദയത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. ഹൃദയത്തിന് നമ്മുടെ മുഷ്ടിയോളം വലിപ്പമുണ്ട്. അതായത് ഒരാളുടെ കൈമുഷ്ടിയോളം വലിപ്പമുണ്ട് അയാളുടെ ഹൃദയത്തിന്. ഹൃദയത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്ഥലമുണ്ട്. ഇതാണ് പെരികാർഡിയം. അതായത് ഹൃദയത്തെ സംരക്ഷിക്കുന്നതാണ് ഒരു ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് പെരികാർഡിയം. പിന്നെ മനുഷ്യഹൃദയത്തിന് 4 അറകളുണ്ട്. മനുഷ്യഹൃദയത്തിന് 4 അറകളുണ്ട്. ഇനി മനുഷ്യഹൃദയത്തെ പോലെ എല്ലാ ജീവികൾക്കും ഹൃദയമുണ്ട്. മറ്റ് ജീവികൾക്കും 4 അറകളാണോ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ജീവികളും അവരുടെ ഹൃദയത്തിൻ്റെ ചിത്രവും ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണവും കൊടുത്തിരിക്കുന്നു. നോക്കാം. ആദ്യത്തെ ജീവിയാണ് മണ്ണിര. മണ്ണിരയുടെ ഹൃദയത്തിൻ്റെ ചിത്രം കാണാം. മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങൾ ഉണ്ട്. മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളുണ്ട്. അടുത്തതാണ് പാറ്റ. പാറ്റയ്ക്ക് എത്രയാണ്? 13 അറകളുണ്ട് ഹൃദയത്തിന്. പാറ്റയുടെ ഹൃദയത്തിന് 13 അറകളുണ്ട്. അടുത്തത് മത്സ്യം. മത്സ്യത്തിന് 2 അറകളുണ്ട്. മത്സ്യത്തിൻ്റെ അറകളുടെ എണ്ണമാണ് 2. അടുത്തത് തവള. തവളകൾക്ക് 3 അറകളുണ്ട് ഹൃദയത്തിന്. തവളയുടെ ഹൃദയത്തിന് എത്ര അറകളാണ്? 3 അറകൾ. അടുത്തത് കോഴി. കോഴിക്ക് 4 അറകളുള്ള ഹൃദയമാണുള്ളത്. കോഴിക്ക് 4 അറകളുള്ള ഹൃദയമാണ് ഉള്ളത്. ഇനി നമ്മൾ ഹൃദയസ്പന്ദനം എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ ഹൃദയസ്പന്ദനം, പൾസ് ഇവ നോക്കാറില്ലേ? എന്താണ് ഹൃദയസ്പന്ദനം? എന്താണ് പൾസ്? താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹൃദയസ്പന്ദനവും പൾസും. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഭാഗമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാവുന്നതാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും തുല്യമായിരിക്കും.
എന്താണ് ഹൃദയസ്പന്ദനവും പൾസും നോക്കാം. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും തുല്യമായിരിക്കും. അടുത്തത്, ഇവിടെ നമുക്ക് ഒരു ഡോക്ടർ ഒരു കുട്ടിയുടെ ഹൃദയസ്പന്ദനം അല്ലെങ്കിൽ പൾസ് നോക്കുന്നത് കൊടുത്തിട്ടുണ്ട്. ചിത്രം നിരീക്ഷിക്കൂ. ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ പരിശോധിച്ച് നോക്കിയാലാണ് പൾസ് അറിയാൻ കഴിയുന്നത്? ഏതൊക്കെ ഭാഗങ്ങളാണ്? കൈത്തണ്ട, നെറ്റിയുടെ ഇരുവശങ്ങൾ, കഴുത്തിൻ്റെ വശങ്ങൾ. ഇവിടെയൊക്കെ നോക്കിയാലാണ് നമുക്ക് പൾസ്, അതായത് ഹൃദയസ്പന്ദന നിരക്ക് പൾസിൻ്റെ രൂപത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡോക്ടർ കുട്ടിയെ പരിശോധിക്കുന്ന ചിത്രം ശ്രദ്ധിക്കൂ. ഇതിനായി ഡോക്ടർ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇതിൻ്റെ ഉപയോഗം എന്താണ്? നോക്കാം. ഹൃദയസ്പന്ദന നിരക്ക് പരിശോധിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. താഴെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. റെനെ ലെനക്ക് ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. റെനെ ലെനക്ക് ആണ് ആദ്യമായി നിർമ്മിച്ചത്. സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ്? റെനെ ലെനക്കാണ്. അടുത്ത പേജിൽ ഒരു സ്റ്റെതസ്കോപ്പിൻ്റെ മാതൃക നിർമ്മിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ്. നോക്കാം. അടുത്തായിട്ട് പ്രായം, രോഗാവസ്ഥ ഇവ അനുസരിച്ച് ഹൃദയസ്പന്ദനം, പൾസ് എന്നിവയുടെ നിരക്കിൽ വ്യത്യാസം വരുന്നുണ്ടോ? നോക്കാം. ഹൃദയാരോഗ്യം. ഹൃദയത്തിൻ്റെ ആത്മഗതം ശ്രദ്ധിക്കൂ. കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് എൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ജീവിതശൈലി രോഗങ്ങൾ എന്നെ തളർത്തും. പുകവലി, മദ്യപാനം എന്നിവ എന്നെ വേഗം രോഗിയാക്കും. വ്യായാമം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തകരാറിലാവും. അപ്പം നമ്മൾ ഹൃദയത്തിനെ സംരക്ഷിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ജീവിതശൈലി രോഗങ്ങൾ ഹൃദയത്തെ തളർത്തും. പുകവലി, മദ്യപാനം തുടങ്ങിയവ വേഗത്തിൽ ഹൃദയത്തെ രോഗിയാക്കും. വ്യായാമം ചെയ്തില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം തകരാറിലാകും. കൂടാതെ ശരിയായ ആഹാരശീലങ്ങൾ, വ്യായാമം, ജീവിതശൈലികൾ എന്നിവയിലൂടെ നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാം. അടുത്തത്, മുറിവുണ്ടായാൽ. ഹൃദയം, രക്തം, രക്തക്കുഴൽ എന്നിവ രക്തപരിയുടെ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ മുറിവ് പറ്റിയ ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുന്നതെന്ന് നോക്കാം. ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക. മുറിവിൽ അമർത്തിപ്പിടിക്കുക. കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക. രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക. വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. അടുത്തത്, ഹൃദയം മാറ്റിവെക്കാം. ഗുരുതരമായ ഹൃദയ രോഗമുള്ളവർക്ക് ഹൃദയം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടത്താറുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വെച്ച് പീഡിപ്പിക്കുന്നതാണ് സാധാരണ ചെയ്യാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. അടുത്തത്, രക്തദാനം, മഹാദാനം. നോക്കാം. രക്തദാനം, മഹാദാനം. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാകും. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാകും. ഒരാൾ സോമാനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതാണ് രക്തദാനം. എന്താണ്? ഒരാൾ സോമാനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതാണ് രക്തദാനം. അടുത്തത് നോക്കാൻ പോകുന്നത് വിസർജന വ്യവസ്ഥ, എക്സ്ക്രീറ്ററി സിസ്റ്റം. ദഹനം, രക്തപര്യനം, ശ്വസനം എന്നീ ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ശ്വസന ഫലമായി ഉണ്ടാകുന്ന വാതകം എന്താണ്? ഇത് പുറന്തള്ളുന്ന അവയവം ഏതാണ്? മറ്റെന്തെല്ലാം വിസർജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് നോക്കാം. ആദ്യം വിസർജനം. താഴത്തെ ബോക്സിൽ നോക്കാം. വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. എന്താണ് വിസർജനം? ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത്. അടുത്തത്, വൃക്കകൾ, കിഡ്നി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്കകൾ. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായി പ്രവർത്തിക്കുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? വൃക്കകളാണ്.
അടുത്തത് നോക്കാം, വൃക്കയും അരിക്കലും. പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്കുവഹിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് വൃക്കയുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മവും നമ്മുടെ ശരീരത്തിലെ വൃക്കയുടെ പ്രാധാന്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ വൃക്കയുടെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വൃക്കാധമനി, വൃക്കാസിര, വൃക്ക, മൂത്രവാഹി, മൂത്രാശയം എന്നീ ഭാഗങ്ങളും കാണാം. അടുത്തത് ഒരു ചെറിയ സംഭാഷണമാണ്. ഡോക്ടർ, മൂത്രമൊഴിക്കുമ്പോൾ എനിക്ക് പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നു. കൂടാതെ അടിവയറ്റിലും വേദനയുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നു, ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ലേ? ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാറില്ലേ? ഇടയ്ക്കിടെ മൂത്രമൊഴിക്കേണ്ടി വരുന്നതിനാൽ ഞാൻ സ്കൂളിൽ പോയാൽ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമേ മൂത്രമൊഴിക്കൂ. അപ്പോൾ ഡോക്ടർ പറയാണ്, വൃക്കകൾ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രവാഹിനിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ അണുബാധയുണ്ടാകും. അപ്പോൾ നമ്മൾ വൃക്കയെ സംരക്ഷിക്കുന്നതിന് നമ്മൾ പാലിക്കേണ്ട ചില ശീലങ്ങളാണ് ഈ ഒരു സംഭാഷണത്തിൽ മനസ്സിലാക്കേണ്ടത്. അടുത്തതായി നമ്മൾ വൃക്കകളെ സംരക്ഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്, നോക്കാം. പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണേ. ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കണം. ദിവസവും 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കണം. ദിവസവും വ്യായാമം ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് മിനിമം നമ്മൾ വൃക്ക ആരോഗ്യമായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത്, വൃക്കയുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? 1. ഡയാലിസിസ്. രണ്ടാമത്തേതാണ് വൃക്ക മാറ്റിവയ്ക്കൽ. വൃക്ക മാറ്റിവയ്ക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്കയെടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വച്ചു പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവയ്ക്കൽ. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവയ്ക്കൽ സാധ്യമാവൂ. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകളിലൊന്ന് ദാനം ചെയ്യാം. വൃക്ക മാറ്റിവയ്ക്കലിന് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവയ്ക്കൽ സാധ്യമാവൂ. 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാം. അടുത്ത് മറ്റ് വിസർജനാവയവങ്ങൾ. വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മുടെ ശരീരത്തിൽ വിയർപ്പുണ്ടാകുന്നു. ശരീരത്തിലെ വിയർപ്പിലൂടെ പുറത്തു പോകുന്ന എന്താണ്? ജലമാണ്. വിയർപ്പ്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവയും ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങളുണ്ടാകും. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ വ്യക്തിശുചിത്വത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടില്ലേ? വൃക്ക, ത്വക്ക് എന്നിവ കൂടാതെ ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ പങ്കുണ്ട്. അടുത്തത് ശ്വാസകോശം, ലങ്സ്. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ശ്വാസകോശത്തിൻ്റെ ധർമ്മമാണ് കോശങ്ങളിൽ നിന്ന് എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. അടുത്തത് കരൾ, ലിവർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും കരളാണ്. അടുത്തത് നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റം.
നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ടല്ലോ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രമാണോ പ്രവർത്തിക്കുന്നത്? അതായത് നാഡീവ്യവസ്ഥ എന്നാൽ ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണ് എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. അടുത്തത് നാഡീവ്യവസ്ഥ. ഇനി നാഡീവ്യവസ്ഥ വിശദമായി നോക്കാം. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെയെല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പിന്നിലാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനാകട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. അടുത്തത് കൗമാരവും ആരോഗ്യവും. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം. ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള കാലമാണിത്. സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നു. തലച്ചോറിൻ്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ ഇനി കൗമാര കാലഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങൾ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നു. ആൺകുട്ടികൾ, പെൺകുട്ടികൾ. വളർച്ച ത്വരിതപ്പെടുന്നു. പെൺകുട്ടികളിലും വളർച്ച ത്വരിതപ്പെടുന്നു. ആൺകുട്ടികൾ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാവുന്നു. പ്രത്യുൽപാദന അവയവങ്ങൾ, സ്തനം എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു. ആൺകുട്ടികൾ ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാറിടം, മുഖം എന്നീ ശരീരഭാഗങ്ങൾ, രോമങ്ങൾ വളരുന്നു. പെൺകുട്ടികളിൽ ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു. ആൺകുട്ടികളിൽ ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു. പെൺകുട്ടികളിൽ ശബ്ദ സൗകുമാര്യം കൂടുന്നു. ആൺകുട്ടികളിൽ ബീജോത്പാദനം ആരംഭിക്കുന്നു. പെൺകുട്ടികളിൽ അണ്ഡോത്സർജനം നടക്കുന്നു. ആർത്തവം ആരംഭിക്കുന്നു. ആർത്തവം. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിൻ്റെ ആന്തരപാളിയിൽ ധാരാളം രക്തലോമികളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. അപ്പോൾ പുതുതായി രൂപപ്പെട്ട രക്തലോമികൾ പൊട്ടും. രക്തലോമികളും മറ്റ് കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുന്ന രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് ആർത്തവം. ഇത് 7 ദിവസം വരെ നീണ്ടുനിന്നേക്കാം. ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയർ വേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് അമിത ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടായേക്കാം. ആർത്തവം ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം. ആർത്തവം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ആർത്തവ ശുചിത്വം. ആർത്തവ കാലത്തുണ്ടാകുന്ന രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾ വിവിധ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. ആർത്തവ കാലത്ത് സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മേന്മകളും അസൗകര്യങ്ങളും ഉണ്ടാകുന്നു. അടുത്തത് മെൻസ്ട്രൽ കപ്പ്. ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ മെൻസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. മെൻസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പോ വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം. സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിൻ്റെ ഭാഗമായി അവ 4-5 മണിക്കൂറിനുള്ളിൽ മാറ്റാൻ ശ്രദ്ധിക്കണം. ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ വരെ രക്തം നഷ്ടപ്പെടുന്നു.